ഹേ ഗൈസ്, അപ്പൊ ഇന്ന് മറ്റൊരു അറേബ്യൻ റെസ്റ്റോറന്റിലേക്കാണ് നമ്മൾ ഇന്ന് വന്നേക്കണേ. അപ്പൊ ഇവിടെ കുറെ വെറൈറ്റീസ് ഓഫ് ചിക്കന്റെ കറികളുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും ഫേമസ് ആയിട്ട് പോണത് അറേബ്യൻ എന്തോ സ്പെഷ്യൽ ഡിഷാണ്, അറേബ്യൻ ചിക്കൻ സ്പെഷ്യൽ ഡിഷാണ്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യണം. നമുക്ക് എന്തായാലും മെനു കാർഡ് നോക്കി നോക്കാം. ഇവിടെ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ഫുഡ് തന്നെ നമുക്ക് ട്രൈ ചെയ്യണം. അപ്പൊ നമുക്ക് ഇനി ആ വീഡിയോയിൽ കാണുന്നാലോ, വാ. ചേട്ടാ, ഇവിടെ ഇത്തിരി ഫേമസ് ആയിട്ട് പോണ അറേബ്യൻ ടേസ്റ്റ് സ്പെഷ്യൽ ചിക്കനും പിന്നെ ഡ്രാഗൺ ചിക്കനും ഓക്കെ, 2 ഹാഫ് എടുക്കുക. പിന്നെ അതിന്റെ ഒപ്പം പൊറോട്ട, പിന്നെ ഒരു സ്റ്റാർട്ടർ ആയിട്ട് സ്വീറ്റ് കോണിന്റെ സൂപ്പ് എടുക്കും. ഓക്കെ, ശരി, താങ്ക് യു. അപ്പോ ഞങ്ങളവിടെ അപ്പൊ നമ്മള് സ്റ്റാർട്ടർ ആയിട്ട് സ്വീറ്റ് കോണിന്റെ ഒരു ചിക്കൻ സൂപ്പ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അറേബ്യൻ ടേസ്റ്റ് സ്പെഷ്യൽ ചിക്കൻ വിത്ത് ഡ്രാഗൺ ചിക്കൻ, പിന്നെ 4 പൊറോട്ട. അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ ഫുഡ് ഓർഡർ ചെയ്തേക്കണേ. അപ്പോൾ വെയിറ്റിംഗിലാണ് ഒരു. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഓർഡർ ചെയ്ത സ്വീറ്റ് കോൺ ചിക്കന്റെ സൂപ്പ് എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കി നോക്കാം. സത്യത്തിൽ എനിക്ക് ഈ സൂപ്പ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഇഷ്ടമുള്ള ഒരു സ്റ്റാർട്ടറാണ്. ഞാൻ എല്ലാ വെജിറ്റബിളിനെയും ചിക്കനേലും ഒക്കെ സൂപ്പ് എവിടെ നിന്നുണ്ടെങ്കിലും ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഓർഡർ ചെയ്ത സ്വീറ്റ് കോണിന്റെ ചിക്കൻ സൂപ്പ് ആയിരുന്നു. അപ്പൊ ഇതിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഈ ചിക്കന്റെ ഒപ്പം തന്നെ നമ്മുടെ ചോളം ഇട്ടുണ്ട്. അതാണ് ഒരു സ്പെഷ്യൽ ആയിട്ട് എനിക്ക് തോന്നിയിട്ട് ഞാൻ ഓർഡർ ചെയ്തത്. അപ്പൊ സംഭവം എന്തായാലും നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ സാധനം വന്നിട്ടുണ്ട് കേട്ടോ, ചിക്കൻ സൂപ്പ്. എനിക്ക് എന്തായാലും വിചാരിച്ചാലും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം. കാരണം ഞാൻ പലയിടത്തും സൂപ്പ് കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഇത് അവിടെ നിന്നൊക്കെ ഒരു ഇത്തിരി വെറൈറ്റി ആയിട്ട് തോന്നി. എന്തായാലും ഇവിടുത്തെ സ്റ്റാർട്ടറിലെ മസ്റ്റ് ട്രൈ ഓപ്ഷൻ ആണ്. അപ്പൊ നമ്മുടെ സൂപ്പ് ട്രൈ ചെയ്തു. അപ്പൊ നമ്മുടെ അടുത്ത ഡിഷ് ആയിട്ടുള്ള അറേബ്യൻ സ്പെഷ്യൽ ചിക്കൻ ഡിഷ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്യാം. അപ്പൊ സംഭവം എന്തായാലും നല്ല രീതിയിൽ ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. തക്കാളി, ക്യാരറ്റ് ഒക്കെ സൈഡിൽ വെച്ച്, പിന്നെ ഇതിന്റെ മസാലയില് കാഷ്യൂ നട്ടൊക്കെ ഇട്ടുണ്ട്. സംഭവം ഒരു വെറൈറ്റി മോഡലാണ് ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തേക്കണേ. പിന്നെ ഡിഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റിംഗ് കേട്ടോ. കാരണം ഈ ചിക്കനിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫ്ലേവറാണ് നമുക്ക് ഫീൽ ചെയ്യണേ. അപ്പൊ ഇതിന്റെ ഒപ്പം വന്ന ഈ മസാലയിലും നല്ല ടേസ്റ്റ് കൂടി കേട്ടോ. കഴിക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ സോഫ്റ്റ്നെസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളെല്ലാവരും എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം ആയിട്ട് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ മന്തി അതൊക്കെ നമ്മൾ എല്ലാ ഷോപ്പിലും ഉണ്ട്, പക്ഷെ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റം ആയിട്ട് എനിക്ക് തോന്നിയിട്ടാ. അതുകൊണ്ടാണ് ഇത് നല്ല രീതിയിൽ ഇവിടെ ആൾക്കാർ മേടിച്ചു പോണത്. പിന്നെ ഈ മസാലയിൽ നല്ല രീതിയിൽ നട്ട്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രോട്ടീനും ആയി. അപ്പൊ നമ്മൾ നേരത്തെ ട്രൈ ചെയ്ത അറേബ്യൻ സ്പെഷ്യൽ ചിക്കൻ ആയിട്ടുള്ളത് ഈ റെസ്റ്റോറന്റിലെ സ്പെഷ്യൽ ഐറ്റം ആണ്. അപ്പൊ അത് വേറെ ഒരിടത്തൊന്നും അങ്ങനെ കിട്ടില്ല. അത് ഇവിടെ തന്നെ വന്ന് ട്രൈ ചെയ്യണം. അപ്പൊ നമ്മൾ മൂന്നാമതായിട്ട് ഓർഡർ ചെയ്തത് ഡ്രാഗൺ ചിക്കൻ ആയിരുന്നു. അപ്പൊ അതിന് എന്തായാലും നമുക്കൊന്ന് ടേസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോ ഡ്രാഗൺ ചിക്കൻ്റെ പ്രത്യേകത ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, ബോൺലെസ് ആണ്. അപ്പൊ അതേപോലെ തന്നെയായിരുന്നു നമുക്ക് കിട്ടിയ പീസുകളൊക്കെ ബോൺലെസ് ആയിട്ടുള്ള തന്നെയാണ്. പിന്നെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഷേപ്പിൽ ചേട്ടാ ഈ ഡിസൈൻ ചെയ്തെടുത്തേക്കണം അവര്. പിന്നെ അത് മെയിനിലൊന്ന് എടുത്തു പറയേണ്ടതായിരുന്നു, ഇവിടെ ഡിഷുകളൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്തേക്കണത്. പിന്നെ ക്യാരറ്റും കാബേജാണ് ഇതില് മസാലയിൽ കൂടുതൽ വന്നേക്കണേ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തിരി വിറ്റാമിനൊക്കെ അടിണ്ടായിരിക്കും. പിന്നെ ഈ ഡ്രാഗൺ ചിക്കനിലായാലും അത്യാവശ്യം ക്യാരറ്റും കാബേജിന്റെ ഒപ്പം തന്നെ നട്ട്സ് നന്നായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഈ മസാലയുടെ ഗ്രേവിയിൽ. പിന്നെ 2 മസാല മാത്രമല്ല, നല്ല രീതിയിൽ ക്വാണ്ടിറ്റിയിൽ ചിക്കൻ പീസുകളും ഉണ്ട്. ഒരു ഹാഫ് പോർഷനിൽ തന്നെ നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ ചിക്കൻ പീസ് വന്നിട്ടുണ്ട്. എന്തായാലും മസ്റ്റ് ട്രൈ ഓപ്ഷൻ ആണ്. പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്.
അപ്പൊ നമ്മുടെ ഡ്രാഗൺ ചിക്കനും കഴിഞ്ഞു. നല്ലൊരു ടേസ്റ്റ്ഫുൾ തന്നെയായിരുന്നു. ബോൺലെസ് ആണ്. പിന്നെ മസാലയൊക്കെ നല്ല രീതിയിൽ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. കാരണം ക്യാരറ്റും ക്യാബേജാണ് കൂടുതലും മസാലയിൽ അപ്ലൈ ചെയ്തേക്കണേ. പിന്നെ അതുപോലെ നല്ല രീതിയിൽ നട്ട്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ടേസ്റ്റ്ഫുൾ ആയിരുന്നു. അപ്പം നമ്മുടെ ലാസ്റ്റ് ഐറ്റം ആയിട്ടുള്ള പൊറോട്ട. അപ്പൊ പൊറോട്ട നമുക്കൊരു ആവറേജ് ഫീലിംഗ് ആയിട്ട് തന്നെ. സംഭവം ടേസ്റ്റ് ഒക്കെ ഉണ്ട്. ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ഉണ്ട്. ഗ്രേവി നല്ല ഗ്രേവി ആട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ നമ്മുടെ പൊറോട്ടയും ഗ്രേവിയും അതെല്ലാം ട്രൈ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ഇനി ലാസ്റ്റ് പീസ് പൈനാപ്പിളിന്റെ ഒരു ജ്യൂസ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു പൈനാപ്പിൾ ലൈം ജ്യൂസ് മാത്രമല്ല, കുറെ വെറൈറ്റീസ് ഓഫ് ജ്യൂസുകളുണ്ട്. അപ്പോൾ ഷെയ്ക്സ് ഉണ്ട്. പക്ഷെ ഇപ്പം നമുക്ക് കഴിക്കാനായിട്ട് വയറൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരു പൈനാപ്പിളിന്റെ ഒരു ജ്യൂസിൽ നിർത്തിയത്. അല്ലെങ്കിൽ നമുക്ക് ഷെയ്ക്കുകളൊക്കെ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്യായിരുന്നു. പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഹോട്ടൽ തന്നെയാട്ടോ അറേബ്യൻ റെസ്റ്റോറൻറ്റ്. പിന്നെ അത്യാവശ്യം പ്രൈവസി ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കും ഈ റെസ്റ്റോറൻറ്റ് അടിപൊളിയായിരിക്കും. പിന്നെ നല്ല ആംബിയൻസ് ഒന്നും കുഴപ്പമില്ല കേട്ടോ. എന്തായാലും കുറെ വെറൈറ്റീസ് ഓഫ് കുറെ ഡിഷുകളുണ്ട് ഇവിടെ. ചിക്കനിലെ അറേബ്യൻ സ്പെഷ്യൽ ഡിഷ്, അറേബ്യൻ, അങ്ങനെ കുറെ വെറൈറ്റീസ് ഓഫ് ഉണ്ട്. ഡ്രാഗൺ, ഒട്ടനവധി കുറെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ മറ്റൊരു വീഡിയോയിൽ എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു വിഭവങ്ങൾ കൊണ്ട് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഇവിടെ കുറെ വെറൈറ്റീസ് ഓഫ് ഡിഷുകൾ ഉണ്ട്. പിന്നെ നമ്മുടെ ഫുഡ് ടോം എന്ന് പറഞ്ഞ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യുക. അതിൽ നമ്മൾ വീക്കിലി ഓരോ ഗിവ് അവേ ചെയ്യുന്നുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കാൻ പോണ ഓരോ സ്ഥലത്തു നിന്നും നിങ്ങൾക്കും ഫുഡ് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ് ഗിവ് അവേ വഴി. അപ്പോൾ നിങ്ങൾ ഫുഡ് ടോം എന്ന് പറഞ്ഞ പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് നിയർ അമല ഹോസ്പിറ്റലിന്റെ അവിടെയാണ്. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.